ചായ കുടി വീട് വലിയൊക്കെ ഉണ്ട്. അതിന്റെ കൂട്ടത്തിൽ പണിയുടെ കൂട്ടത്തിൽ തന്നെ വീഡിയോ വലിയ വീട് വലിക്കാതെ പണിയാൻ പറ്റത്തില്ല. നല്ലത്. പിന്നെ മുറുകും എന്തെങ്കിലും വേണം, ഒന്നുമില്ലാതിരിക്കുന്നത് മോശമാണ് അല്ലേ? അല്ലേ അല്ലേ ആ കാണുന്നവരെന്തോ പറയുന്നുള്ള നമ്മള് വീടിയില്ല, തീർത്തുമില്ല, കള്ളുമില്ല, പിന്നെ മുറുക്കാനും ഇതെല്ലാം ഉണ്ട്. ഈ കിട്ടുന്ന കാശ് തികയും ഇതിനെല്ലാം കൂടെ. അപ്പൊ പിന്നെന്ത് ചെയ്യും? എന്നാ പിന്നെ ഉള്ള കാശിന് കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് നിലയാക്കി ഇരുന്നാ പോരെ. ഇതെല്ലാം കൂടെ വല്ല ആവശ്യമുണ്ടോ? അഹങ്കാരം തന്നെ. അടിയില്ല, കുടിയില്ല, ഒന്നുമില്ല. വലിയില്ല, അടിയില്ല, ഒന്നുമില്ല. മര്യാദയ്ക്ക് ഇരിക്കുക. അപ്പൊ പണിയില്ലാതിരിക്കുന്ന അല്ലെന്ന് വീട്ടുകാർ വിചാരിക്കുന്നതിന് തെറ്റുണ്ടോ? നെയ്യാർ ഡാമിനടുത്ത് പന്ത എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. പന്തം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്താണ് ഈ പന്ത? നമുക്ക് അതിനെക്കുറിച്ചൊന്നും അറിയാൻ രണ്ടുപേരെ ഇവിടെ വെയിറ്റിംഗ് ഷെഡിൽ കാത്തിരിക്കുന്നു. നമ്മൾ വരുന്നറിഞ്ഞ് കാത്തിരിക്കുകയാണോ അറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം. നമസ്കാരം. ഞാൻ നമ്മുടെ ഈ പന്ത എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയപ്പോഴേ ഈ സ്ഥലത്തിൻ്റെയൊക്കെ പ്രത്യേകത എന്താണെന്ന് അറിയാൻ പറ്റും. നിങ്ങൾ ഈ ബസ് കാത്തിരിക്കുകയല്ല, ചുമ്മാ ഇരിക്കുകയാണെന്ന് മനസ്സിലായി. അതെ അതെ, വെയിറ്റിംഗ് ഷെഡിലാണെങ്കിലും വെറുതെ ഇരിക്കുകയാണ്. ഇവിടെ MLA CK ഹരീന്ദ്രനാണ്. MLA ഹരീന്ദ്രനാണ്. അല്ല, അദ്ദേഹത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്ത വെയിറ്റിംഗ് ഷെഡ് നല്ല രസകരമായിട്ട് വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതന്നെ. പിന്നെ ഈ പന്ത എന്നുള്ള പേര് എങ്ങനെ, എന്താണ് അതിന്റെ പ്രത്യേകത എന്നറിയാമോ? നല്ല പിടിയുണ്ട്. പണ്ടേ പന്ത തന്നെയാണ്, പുതിയ പന്തയല്ല, പഴയ പന്ത തന്നെയാണ്. അത് എങ്ങനെ വന്നൊന്നും പിടിയില്ല അല്ലേ? ഇവിടുത്തെ പ്രത്യേകത എന്താണ് ഈ സ്ഥലത്തിന്റെ, ഈ നാടിന്റെ പ്രത്യേകത? റബ്ബർ കർഷകർ. അല്ല, ഈ നെയ്യാർ ഡാമിന്റെ തീരമാണല്ലോ ഇത്. അതിന്റെ വൃഷ്ടിപ്രദേശമാണല്ലോ അപ്പുറത്തൊക്കെ ഉള്ളത് അല്ലേ? അപ്പൊ ഈ ഡാം വന്നതിന് ശേഷം ഡാം എത്ര വർഷമായിട്ടുണ്ടാവും? ഈ നിങ്ങളുടെയൊക്കെ ഓർമ്മയിൽ അതിന്റെ പ്രത്യേകതകൾ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, ഒരു പിടിയില്ല. ഇവിടെ തന്നെയല്ലേ സ്ഥലം? ഡാം വന്നതിന് ശേഷം ഇവിടെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്? നല്ലത് ചീത്ത എന്തൊക്കെയാണ്? ഇവിടെ ആർക്കും പട്ടയില്ലേ? ആർക്കും എന്താ? അപ്പൊ ഇപ്പൊ താമസിക്കുന്നവരൊക്കെ കരമൊന്നും കൊടുക്കുന്നില്ല എല്ലാവരും? അങ്ങനെയാണ്. അതായത് ഗവൺമെന്റിന്റെ അധീനതയിലാണ് ഈ വസ്തുവൊക്കെ ഉള്ളത്. അത് കാരണം ഈ ഡാമിന്റെ വികസനമോ അല്ലെങ്കിൽ മറ്റു പ്രവർത്തനങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് അത് ഗവൺമെന്റിന് അത് ഉപയോഗിച്ചേ പറ്റൂ എന്നുള്ളതുകൊണ്ടായിരിക്കും. ഇപ്പൊ പേരെന്താണ്? എന്ത് ചെയ്യുന്നു ഇവിടെ? ഓ ശരി. ഇപ്പോൾ തൊഴിൽ രഹിതനാണ് ഇപ്പോൾ നിലവിലല്ലേ? ഈ മുമ്പൊക്കെ ഇവിടെ കേട്ടിട്ടുണ്ടോ ഈ നെയ്യാർ ഡാമിൽ മറ്റേ ചീങ്കണ്ണി തുറന്നു വിട്ടിട്ട് അവിടെ ചില അപകടങ്ങളൊക്കെ ഉണ്ടാക്കി വാർത്തകളൊക്കെ? അത് അതിനെക്കുറിച്ച് വല്ലതും അറിയാം? അത്തരത്തിലുള്ള സംഭവങ്ങളെല്ലാം വല്ലതും? ചീങ്കണ്ണി കഴിച്ച് പോകുന്നു ഞങ്ങളെ കൊണ്ടുവരുന്നത്. ആ സമയത്ത് നിങ്ങളൊക്കെ ഉള്ളത്? ഇപ്പോഴും ഈ ഡാമിൽ ചീങ്കണ്ണികൾ ഉണ്ടെന്ന് പറയുന്നു. അതിപ്പോ ആക്രമിക്കുന്നു? ഒന്ന് രണ്ടൊക്കെ ഉള്ളു. അത് ശല്യമുണ്ട്. വനം കൊള്ളാറുന്ന സമയത്ത് വനം മന്ത്രിയുടെ സമയത്താണ് ഈ ചീങ്കണ്ണിയെ കൊണ്ട് വനം കൊള്ള തടയാൻ വേണ്ടി ഇറക്കി വിട്ടത്. വനം കൊള്ള തടയാൻ വേണ്ടി ഇറക്കി വിട്ടതാണ്. അല്ല, അതൊരു വികലമായ പരീക്ഷണമായിപ്പോയില്ലേ? പരിഷ്കാരം. ശരി. എന്ത് ചെയ്യുന്നു? ഇന്ന് പണിയൊന്നുമില്ല. എന്താ? മഴ കുറേ ദിവസമായിട്ടുണ്ടല്ലോ. കുറേ ദിവസമായിട്ട് മച്ചിരി പണി തന്നെയാണ്. കയ്യാളായിട്ട് പോവാ.
ആരുടെയെങ്കിലും കയ്യാളാകും. എവിടെയെങ്കിലും പണിയിട്ട് ആരുടെയെങ്കിലും ഒക്കെ കയ്യാളായിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ നടത്തും. പേരെന്തായിരുന്നു? ഭുവനേന്ദ്രൻ. പേരൊക്കെ ഗംഭീര പേരാണ്. പക്ഷെ ആരുടെയും കയ്യാൾ നമ്മളാരെങ്കിലും 10 പേരെ കയ്യാളാക്കാൻ ഞാൻ ഇത്ര നാളായിട്ട്. ഇനിയും കയ്യാളായിട്ട് പോയാൽ മതി. എല്ലാ പണിയും പോകും. ഏത് പണിക്കും പോകും. അത്യാവശ്യം കാശുണ്ടാക്കും. ജീവിക്കാനുള്ള വരുമാനം ഉണ്ടോ? ഇപ്പൊ അത്യാവശ്യം കൂലിപ്പണിയുള്ളവർക്ക് കാശൊക്കെ ഉണ്ടല്ലോ. എത്ര 1200 വാങ്ങിക്കൂ? അല്ലേടാന്ന് അതെ ചേട്ടൻ വാങ്ങിക്കാറില്ലേ? അടുത്തിരിക്കുന്ന ഓരോരുത്തർക്കും ഓരോന്ന്. എത്രയുണ്ട്? 1200 ഡെയിലി ജോലി ശമ്പളം. എത്ര മണിക്കൂർ ജോലി ചെയ്യും ഒരു ദിവസം? രാവിലെ എത്ര മണി വരും? 8 മണി പോകും, 5 മണിക്ക് നിർത്തും. 5 മണി വരെ. ഇതിനിടയിൽ ഊണ് കഴിക്കാനപ്പം 1 മണിക്കൂർ ഗ്യാപ്പുണ്ടോ? അപ്പൊ 2 മണിക്ക് 1 മണിക്ക് 2 മണിക്ക് 2 മണിക്ക് കയറും. നമ്മളെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ അമ്പൂരി ചെല്ലും അല്ലേ? ചെമ്പകപ്പാറ. അമ്പൂരിക്ക് എത്ര ദൂരമുണ്ട്? 5 കിലോമീറ്റർ അമ്പൂരിയായി. അവിടെ അടുത്ത് തന്നെ. അത് ശരി. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകതകൾ. ചീങ്കണ്ണി കണ്ടിട്ടുണ്ടോ? വെള്ളത്തിൽ കൂടെ പോകണം. അതവിടെ കൂട്ടിയിട്ടിരിക്കുന്നു. ഉണ്ടായിരുന്നു. ചീങ്കണ്ണി പിടിച്ചു കൊല്ലും. മനുഷ്യരെ കൊന്നിട്ടു. ആദ്യം വരെ കൊന്നിട്ടൊന്നുമില്ല. നിലവില് നമ്മളെ എല്ലാ അറിവിൽ തന്നെ ഒരാളെ ഒരു പിന്നെ കൈ കടിച്ചെടുത്തു. ഒരാളെ മാത്രം ചീങ്കണ്ണി കൊണ്ടുപോയി. ഒരു സ്ത്രീയെ. അവർക്ക് മാമ എത്ര വയസ്സൊരു മാമ അർജുന? 60 വയസ്സ് പ്രായമുള്ള സ്ത്രീ അല്ലേ? അവരെയാണ് കൊണ്ടുപോയി. തോന്നില്ല. നല്ല ശരീരമുണ്ട്. അപ്പൊ എന്നിട്ട് ഇത് പിന്നെ ഇത് കടിച്ച് തിന്നാതോ നമ്മൾ ബോഡി പിടിച്ച് വെള്ളത്തിൽ താത്ത് നമ്മൾ പറഞ്ഞു പോയി. ബാക്കിയുള്ളവർ പിടിക്കാൻ പോയി. നാട്ടുകാർ മൊത്തം കളയി. നാട്ടുകാർ മൊത്തം പോയി. പാത്രങ്ങള് കഴിക്കൊടുക്കായിരുന്നു. തുണി കഴുകിക്കൊണ്ടിരുന്ന് ഇവര് ബാക്ക് തിരിഞ്ഞാണ് ഇരുന്നത്. ഇരുന്ന വഴിക്ക് ഇവരെ കഴുത്താൻ വേണ്ടിയില്ലാണ് പിടിച്ചത്. ചീങ്കണ്ണി പിടിച്ച് വെള്ളത്തിൽ തള്ളിയിട്ട് ചീങ്കണ്ണി കൊണ്ടുവരുന്നു. ഫോറസ്റ്റ് വന്ന് ഭയങ്കര ആവശ്യം അവരെ എല്ലാം എന്നിട്ട് വിട്ടില്ല. അപ്പം SI കാണിക്കാരെ SI ആണ് ഉണ്ടായിരുന്നത്. SI അന്ന് വെടിവെച്ചിട്ട് ഈ പിടിവിട്ടില്ല. എന്നിട്ട് റേഞ്ച് ഓഫീസർ വീണ്ടും വെടിവെച്ചപ്പം കഴുത്തിൽ നിന്ന് വെടിവിട്ടു. ഈ സ്ത്രീ വെള്ളത്തിൽ താങ്ങി. എന്നിട്ട് അവരെ എടുത്ത് എന്നിട്ട് വേറെ ആളുകൾ വന്ന് ഇവരെ ഒന്ന് എടുത്ത് മരിച്ചുപോയി. എന്നിട്ട് ഈ ഡാം മേഖലയിലുള്ള ഫോറസ്റ്റും റേഞ്ച് ഓഫീസറും അവരും കാണിക്കാരെ SI ഉണ്ടായിരുന്നു. അവർ വന്ന് എടുത്ത് എല്ലാം. എന്നിട്ട് ബോഡിയെ കിട്ടി. മരിച്ചുപോയി. അമ്പൂരിന്ന് അവര് വെള്ളയുടെ കക്കൂസ് പോയിട്ട് വെള്ളത്തിൽ കഴിക്കുന്നത് പിടി. എല്ലാരും ഒരു വലാക്കി ഇട്ട് പിടിച്ചു. പക്ഷേ ചത്തി. ചിങ്ങനിയുടെ പാലിനെയും വെട്ടി മുറിച്ച് സ്ഥലത്ത് വെച്ച് അങ്ങനെ തന്നെ അവര് പാർത്തുകാരും പിന്നെ വെടിച്ചപ്പോ വിട്ട് മുറിഞ്ഞു. ഈ തായ്ലാൻഡ് ചൈനയിലൊക്കെ ഈ മുതല ഇറച്ചി അവിടുത്തെ പ്രധാന വിഭവമാണ്. ഇവിടെ ആളുകൾ അറിഞ്ഞില്ലെന്നോ? അറിഞ്ഞാൽ അതിനെ പിടിച്ച് കറി വെച്ച് തിന്നുന്നവരുണ്ട്. മോശക്കാരൊന്നുമല്ല, ആളുകളങ്ങനെ മോശമൊന്നുമല്ല. മുതലയല്ല, കടുവായി കിട്ടിയാൽ തിന്നുന്ന ടീമുകളൊക്കെ തന്നെ ഇവിടെ ഉള്ളത്. മഴയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ ഈ കാലാവസ്ഥ ഒരു ഭയപ്പെടുത്തുന്ന കാലാവസ്ഥ വല്ലതും ആണ്.
പണിക്കുന്ന പോക്കിടക്കും. പണിയില്ല എന്നുള്ള പ്രശ്നമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഈ മഴയൊക്കെ നല്ല മഴയും കാറ്റും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്താ എങ്ങനെയാണ് ഇവിടെ? മഴയായിട്ട് വന്നാൽ മരങ്ങൾ ഒടിഞ്ഞു വീഴും. ആ മരം അതാണ് പറഞ്ഞത്. ആ വേറെ ഓരോ ആൾക്ക് അപകടമൊന്നും പറ്റിയിട്ടില്ല. ഈ അമ്പൂരിയൊക്കെ അടുത്താകുമ്പോഴേ അവിടെ പണ്ട് ഉരുൾപൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള പേടികൾ വല്ലതും ഉണ്ടോന്ന് ചോദിച്ചു. അങ്ങനെ ഈ ഡാം വരുന്നതിന് മുമ്പ് ഇവിടെ എങ്ങനെയായിരുന്നു? ഡാം വരുന്നതിന് മുമ്പ് ഇവിടെ എല്ലാം ഈ വെള്ളമൊന്നും ഇല്ലല്ലോ ഇവിടെ. ഡാം വരുമ്പോ വെള്ളം ഇല്ലെന്നല്ല, വെള്ളമുണ്ട്, ഈ ഭാഗത്തില്ല എന്നൊക്കെയുള്ളൂ. അതാ ഇതിൽ കൂടെ ഒഴുകി പോവില്ലേ, നെയ്യാറം വഴി പോവില്ലേ? ഇത് കെട്ടി നിർത്തിയതുകൊണ്ടല്ലേ ഇവിടെ എല്ലാം വെള്ളമായി. അപ്പൊ അവിടെ താമസിച്ചിരുന്ന ആളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. മാറ്റി മാറ്റി. ഇനി വേണ്ടി വന്നാൽ നിങ്ങളെയും മാറ്റും. മാറ്റും. പണം പറ്റില്ല, മാറ്റും. മാറാൻ തയ്യാറായിരിക്കും. ഇവിടെ പട്ടയൊന്നും പട്ടയുള്ള അവസ്ഥയല്ല. ഇവിടെ കുറെ ഭാഗത്ത് പറ്റേ ഉള്ളൂ. ഇവിടെ നല്ല റോഡൊക്കെ ആണല്ലോ, നല്ല റോഡൊക്കെ നല്ല അല്ലേ? നമ്മൾ ഇന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് പോകണം. ഇപ്പൊ ഞാൻ എല്ലാം കൂടെ ഒരു ഒറ്റ കെട്ടായിട്ട് പോകേണ്ടത് മാത്രമേ. അപ്പൊ നമ്മളിങ്ങനെ ഞാനിങ്ങനെ നെയ്യാറാൻ കഴിഞ്ഞ് വന്നത് കഴിഞ്ഞ് ഇങ്ങനെ ഇതുവഴി ഇങ്ങനെ പോകണ്ടിരുന്നപ്പോ ഈ സ്ഥലങ്ങളെ കുറിച്ചൊക്കെ അറിയാൻ കേൾക്കാം, ഇവിടുന്ന് വൃത്തികൾ കാണാൻ ചോദിച്ചു. ഇപ്പൊ എന്തായാലും നിങ്ങൾ കുറച്ച് മുതലക്കഥകൾ പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ടിട്ട് ഞങ്ങൾ പോവാ. നിങ്ങളിനി വെയിറ്റിംഗ് ഷെഡിൽ വെയിറ്റ് ചെയ്യും. ഇത്തിരി കഴിയുമ്പോൾ നമ്മൾ വീടുകളിൽ പോകും. പോവും, വിശപ്പടിക്കുമ്പോൾ പോകും അല്ലേ? അത്ര അതുപോലെ ഇവിടെ ഇരിക്കും. നല്ല നല്ല സുഖകരമായ കാലാവസ്ഥ, നല്ല തണുപ്പും. അപ്പൊ ഇന്ന് എന്തായാലും നിങ്ങൾ ഇരിക്കും കുറച്ചുകൂടെ. നമുക്ക് തണുത്തിരിക്കാൻ പറ്റത്തില്ല, കാരണം അടുത്ത പഞ്ചായത്തിലേക്ക് പോകണം. കാണാം. പൂർണ്ണേന്ദ്രൻ, റജി, ഗോവൻ. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ ഇവർക്ക് തണുത്ത് ഇവിടെ ഇരിക്കാം, നമുക്ക് ഇരിക്കാൻ പറ്റുമോ? നമ്മൾ ചൂടും കൊണ്ട് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. വാ.